ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്തെ ഈ സ്റ്റാൻഡിലാണ് KSRTC ആധുനിക പരിഷ്കാരങ്ങളെല്ലാം ആദ്യം നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്ന സന്തോഷമുണ്ട്. മലപ്പുറം ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാണ്. വികസന കാര്യങ്ങളിൽ ഏറ്റവും കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആധുനികമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയുടെ കേന്ദ്രമായ മലപ്പുറത്ത് ഇത്രയും നല്ലൊരു ബസ് ടെർമിനൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. KSRTCയുടെ പ്രസക്തി ഈ ബസ് ടെർമിനൽ വന്നതോടുകൂടി KSRTCയുടെ ഈ പ്രസക്തി ഈ മേഖലയിൽ വർദ്ധിക്കുകയാണ്. പുതിയ പുതിയ സർവീസുകൾ ആരംഭിക്കാനും വിവിധ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ദീർഘദൂര സർവീസുകൾ വന്നു ചേരാനും ഹ്രസ്വദൂര സർവീസുകൾ കൂടുതലും പ്രൈവറ്റ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ദീർഘദൂര സർവീസുകൾ KSRTCക്ക് നന്നായി ഓടിക്കാൻ കഴിയുന്നുണ്ട്. അത് ഞങ്ങൾ തുടരുകയും കൂടുതൽ വണ്ടികൾ കൊണ്ടുവരികയും ചെയ്യും. KSRTC എയർ കണ്ടീഷൻ വണ്ടികളിലേക്ക് വലിയ മാറ്റം KSRTC സമൂലമായ ഒരു മാറ്റം KSRTC കൊണ്ടുവന്നു. ആ മാറ്റം എന്ന് പറയുന്നത് KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ്. ഇതൊരു മാതൃകയായിക്കൊണ്ട് ഈ ബസ് സ്റ്റേഷൻ ഒരു മാതൃകയായിക്കൊണ്ട് പുതിയ ബസ് സ്റ്റേഷനുകൾ വരെയാണ്. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ തന്നെ കമ്പയർ ചെയ്യുന്ന മോൾ പറഞ്ഞതുപോലെ ഞാൻ തൃശ്ശൂർ പുതിയ ബസ് സ്റ്റേഷൻ വരുന്നു. 2 ദിവസം കായംകുളം ഞാൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. കായംകുളത്ത് അതിമനോഹരമായ ഒരു ബസ് സ്റ്റേഷനാണ് വരുന്നത്. ഒരു കപ്പൽ ഇങ്ങനെ കരയിൽ കയറി കിടക്കുന്ന പോലുള്ള ഷേപ്പുള്ള ബസ് സ്റ്റേഷനാണ്. പുതിയ ഷേപ്പാണ്, എല്ലാം പുതിയ രൂപങ്ങളാണ്. ചെങ്ങന്നൂർ 24-ാം തീയതി കല്ലിടയാണ്. കൊട്ടാരക്കര അതിമനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ വരെയാണ്. നിലവിലുള്ള ബസ് സ്റ്റേഷൻ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നടുവിൽ നല്ല ഒരു കനോപ്പി എല്ലാം ചെയ്തിട്ട് സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ്. അത് സ്ഥിരം സ്റ്റൈലിൽ നിന്ന് മാറിക്കൊണ്ട് KSRTC ബസ് സ്റ്റേഷനുകൾ ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാണ്. KSRTCയുടെ പ്രവർത്തനം തന്നെ അന്തർദേശീയ